വലിയ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഇര മരണത്തിന് കീഴടങ്ങിയത്. അപ്പോൾ പ്രതിക്കും അത്തരത്തിലുള്ള ശിക്ഷ വേണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് വധശിക്ഷയില്ല, മറിച്ച് പ്രതിക്ക് ജീവപര്യന്തം എന്ന വിവരമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് ജീവപര്യന്തം തടവാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ടോം കൂട്ടിച്ചേർക്കാനുള്ളത് അതായത് മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷയില്ല, ജീവപര്യന്തം തടവ് ശിക്ഷയാണ് സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്നത്. രാകേഷ്, വിശദാംശങ്ങൾ. ടോം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് വധശിക്ഷ ഇല്ല എന്നുള്ളതാണ്. സഞ്ജയ് റോയ്ക്ക് വധശിക്ഷയില്ല, കാരണം ജീവപര്യന്തം തടവ് ആണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്നാണ് സിയാൽദ കോടതി വിധിച്ചിരിക്കുന്നത്. അനിർബാൻ ദാസ് ആണ് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ജഡ്ജി ഇപ്പോൾ വ്യക്തമാക്കിയ കാര്യം വധശിക്ഷ ഇല്ല എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങൾ, വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും കുടുംബമടക്കമുള്ളവർ, സർക്കാർ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നത് വധശിക്ഷ തന്നെ ലഭിക്കുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വധശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിട്ടില്ല, മറിച്ച് ജീവപര്യന്തം തടവാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. സഞ്ജയ് റോയ്ക്ക് കേസിലെ ഏക പ്രതിയാണ് സഞ്ജയ് റോയ്. സഞ്ജയ് റോയ്ക്ക് ഏതായാലും തൂക്കുകയറില്ല എന്നുള്ളതാണ് ഈ നിമിഷം കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തീർച്ചയായും ഏറെ നിരാശപ്പെടുത്തുന്ന വിധിയാണ് സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷയില്ല, ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാകേഷ്, ഇനിയും ഒരു നിയമ പോരാട്ടങ്ങൾ കാണേണ്ടതില്ലേ? കാരണം നേരത്തെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് ഈ CBI അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട്, മാത്രമല്ല ഇതിന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും ഈ കോളേജിലെ ഈ ആശുപത്രി അധികൃതരുമൊക്കെ കൂട്ടുനിന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിച്ചതാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇത്രയും ഒരു നിരാശപ്പെടുത്തുന്ന വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഈ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി നിയമ പോരാട്ടം ഉണ്ടാകും. ഇവിടെ ആർക്കായിരിക്കും പിഴച്ചത്? CBIക്കോ അതോ പ്രോസിക്യൂഷനോ? ടോം, കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതായത് ജീവപര്യന്തം തടവ്, ഒപ്പം തന്നെ 50,000 രൂപ പിഴ അടക്കണം എന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അപൂർവമായി കാണാൻ കഴിയില്ല എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന സൂചനകൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നു. കാരണം CBI ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് അപൂർവമായ കേസായി പരിഗണിക്കണം, പ്രത്യേകിച്ച് ക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നായിരുന്നു. പക്ഷേ ആ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല കോടതി എന്ന് വേണം ഈ വിധിയിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ കോടതി സൂചന നൽകിയിരുന്നത് ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ വധശിക്ഷ എന്ന് തന്നെയായിരുന്നു. അതിൽ വധശിക്ഷ എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോടതി കടന്നിട്ടില്ല, മറിച്ച് ജീവപര്യന്തം തടവ് ആണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടോം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കുടുംബം എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള നിർണായകമായ കാര്യമാണ്. കാരണം കുടുംബത്തിന് ആദ്യം മുതൽ തന്നെ കേസ് അന്വേഷണത്തിലൊക്കെ തന്നെ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കാര്യത്തിലായാലും അതിനുശേഷം CBI അന്വേഷിക്കുമ്പോൾ പോലും പ്രതി ഒറ്റ പ്രതിയിൽ ഒതുങ്ങുന്നതല്ല എന്നായിരുന്നു അവരുടെ വാദം. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിക്ക് വധശിക്ഷ ഇല്ല എന്നുള്ള വിധി കൂടി ഇപ്പോൾ സിയാൽദ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ അവരെന്തായിരിക്കും പ്രതികരിക്കുക? സ്വാഭാവികമായും ഇത് മേൽക്കോടതിയെ പോകാനുള്ള തീരുമാനത്തിലേക്കായിരിക്കും കുടുംബം എത്തുക. ഒപ്പം തന്നെ CBIയും ഇതിനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷയില്ല, മറിച്ച് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുള്ളതെന്നാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.